ഹായ് ഓൾ, നമ്മളപ്പോൾ ഇന്ന് എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മൊഡ്യൂളിന് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലേസറും, അതിനകത്ത് ലേസറിൻ്റെ പ്രിൻസിപ്പൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ്, ആപ്ലിക്കേഷൻസ്, അതൊക്കെ നമ്മൾ പഠിക്കും. അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ ഫൈബർ ഒപ്റ്റിക്സ്, സിമിലർ ആയിട്ട് തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രിൻസിപ്പൾ, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഇത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേസറാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ലേസർ, ലേസറിൻ്റെ ഡിഫറൻസ് വിത്ത് ഓർഡിനറി ലൈറ്റും ലേസറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല, നമുക്ക് മനസ്സിലാക്കേണ്ടേ ഒരു ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആ ലേസർ എന്ന് പറയുന്ന പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ലേസറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് കിട്ടും. എന്താ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഓക്കെ, റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് റേഡിയേഷനെ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി നമ്മൾ ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്റ്റിമുലേറ്റഡ് എമിഷൻ? അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ലേസർ ലൈറ്റും ഓർഡിനറി ലൈറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിക്കേ, ലേസർ ലൈറ്റ് ഈസ് ഹൈലി മോണോക്രോമാറ്റിക്, ഓർഡിനറി ലൈറ്റ് ഈസ് പോളിക്രോമാറ്റിക്. അപ്പോൾ എന്താണ് മോണോക്രോമാറ്റിക്, എന്താണ് പോളിക്രോമാറ്റിക്? മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ വേവ് ലെങ്ത് അല്ലേ, ഒരു സിംഗിൾ വേവ് ലെങ്ത് മാത്രമുള്ളതിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് എന്നും, ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് വരുമ്പോഴാണ് നമ്മൾ അതിനെ പോളിക്രോമാറ്റിക് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ലേസർ ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ലേസർ ലൈറ്റ് എന്ന് പറയുന്നത് മോണോക്രോമാറ്റിക് ആണ്. ഒരു ലേസർ ലൈറ്റിൽ നമുക്ക് ഒരു സിംഗിൾ വേവ് ലെങ്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് ഓർഡിനറി ലൈറ്റിനകത്ത് എന്താ? നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലൈറ്റാണ് ഓർഡിനറി ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡിഫറൻസ് നോക്കാം. ഇറ്റ് ഈസ് ഹൈലി കൊഹറൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് കൊഹറൻറ്റ്. എന്താ കൊഹറൻറ്റ് എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം, ലൈറ്റിൻ്റെ പാക്കറ്റായിട്ടാണ് ലൈറ്റ് വരുന്നത്, ആൻഡ് ഇതിനെ നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ കൊഹറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോൺസും ഒരേ ഡയറക്ഷനിൽ, ഒരേ ഫേസിൽ മൂവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ കൊഹറൻറ്റ് എന്നായിരിക്കും പറയുന്നത്. അപ്പം ലേസർ ലൈറ്റ് എങ്ങനെയുള്ള ലൈറ്റാണ്? കൊഹറൻ്റ് ആയിട്ടുള്ള, ഒരേ ഫേസിൽ, ഫോട്ടോൺസ് എല്ലാം ഒരേ ഫേസിൽ പോകുന്നതായിരിക്കും, സെയിം ഫേസ്, സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് ഓർഡിനറി ലൈറ്റോ? ഓർഡിനറി ലൈറ്റിനകത്തെ ഫോട്ടോൺസ് എല്ലാം പല പല ഫേസസിലും പല പല ഡയറക്ഷൻസിൽ ട്രാവൽ ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കേ, ലേസർ ലൈറ്റ് ഈസ് ഹൈലി ഡയറക്ഷൻ, ഓർഡിനറി ലൈറ്റ് ഈസ് നോട്ട് ഡയറക്ഷണൽ. ഹൈലി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ഇപ്പം പറഞ്ഞു, ഹൈലി ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡയറക്ഷനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലേസർ ലൈറ്റിനെ ഒരു വോളിലേക്ക് റേഡിയേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം, വോളിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു സ്പോട്ട് കാണാം അല്ലേ? അതൊരു ഡയറക്ഷൻ ഫോക്കസ് ചെയ്ത് പോകുമായിരിക്കും. അതേസമയം നമ്മളൊരു ടോർച്ചിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റിനെ നമ്മളൊരു വോളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല അല്ലേ? നമുക്കത് ഡൈവേർജ് ചെയ്തിട്ടുള്ള ഒരു ബീം ഓഫ് റേഡിയേഷൻ ആയിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, ഡൈവേർജന്റ് ഓഫ് ദി ലൈറ്റ് ഈസ് നെഗ്ലിജിബിൾ, ഡൈവേർജൻസ് ഈസ് ഹൈ. നമ്മളിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു, അതിനെ ഒന്നുകൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുക. ഇപ്പൊ ലേസർ ലൈറ്റിന്റെ ഡൈവേർജൻസ് എന്താ? നെഗ്ലിജിബിൾ ആണ് അല്ലേ? ഡൈവേർജൻസ് തീരെ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വോളിലേക്ക് ഒരു ലേസർ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്കൊരു സ്പോട്ട് കിട്ടും അല്ലേ? ഡൈവേർജ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ട് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഓർഡിനറി ലൈറ്റ് എങ്ങനെയാണ്? നമുക്കൊരു ബീം ആയിട്ട് അല്ലെ, ഒരു കോണ് പോലെ, ഒരു ഡൈവേർജ് ചെയ്തിട്ടുള്ള ഒരു ബീം പോലെ ആയിരിക്കും നമുക്കൊരു വോളിൽ അതിനെ കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇന്റൻസിറ്റി ഈസ് വെരി ഹൈ ആൻഡ് കോൺസ്റ്റന്റ് വിത്ത് ദ ഡിസ്റ്റൻസ്, ഇന്റൻസിറ്റി ഈസ് ലോ ആൻഡ് ഡിക്രീസസ് റാപ്പിഡ്ലി വിത്ത് ദ ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മളൊരു ലേസർ ലൈറ്റിനെ ഒന്ന് ബീം ചെയ്യുക, ഒന്ന് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇന്റൻസിറ്റിക്ക് അവിടെ ഒരു കുറവും വന്നിട്ടില്ല. പക്ഷെ ഓർഡിനറി ലൈറ്റ് എങ്ങനെയാ? ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്തായിക്കൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് പോയിന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് സ്റ്റിമുലേറ്റഡ് എമിഷനും സ്പോണ്ടേനിയസ് എമിഷനും.
ലേസർ ലൈറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണെന്നും ഓർഡിനറി ലൈറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ ആണെന്നുമാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇതാണ് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്. പ്രിൻസിപ്പിൾ ഓഫ് ലേസർ, അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ലേസർ ലൈറ്റിന്റെ പ്രിൻസിപ്പിൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഓക്കെ, അപ്പൊ അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമുക്ക് ലേസർ ലൈറ്റും ഓർഡിനറി ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയി. ഓക്കെ, അടുത്ത സ്ലൈഡിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലേസർ ലൈറ്റിന്റെ പ്രിൻസിപ്പിൾ, ജനറേഷൻ ഓഫ് എ ലേസർ ലൈറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. ലേസറിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു. ലേസറിന്റെ പ്രിൻസിപ്പിൾ എന്താ? സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണെന്ന് പറഞ്ഞു. ഓർഡിനറി ലൈറ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇൻ ഡെപ്ത് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലേസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മെറ്റീരിയൽ മീഡിയം, നമ്മളൊരു മീഡിയം എടുക്കുന്നു. ഈ മീഡിയം എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് ഒരുപാട് ആറ്റംസ്, ഐഡന്റിറ്റിക്കൽ ആറ്റംസ് കൊണ്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റീരിയൽ മീഡിയമാണ്. അപ്പൊ ഈ ഒരു മീഡിയത്തിലേക്ക് ഒരു ലൈറ്റ് റേഡിയേഷൻ വന്ന് വീഴുന്നു. ഇവിടെ 3 രീതിയിൽ ഇന്ററാക്ഷൻസ് സംഭവിക്കും. അപ്പം ഈ ലൈറ്റ് നമ്മുടെ മീഡിയവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് 3 പ്രോസസ് ആണ് ഇവിടെ ഹാപ്പൻ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് പ്രോസസ് ഈസ് അബ്സോർപ്ഷൻ. എയ്തർ അബ്സോർപ്ഷൻ അവിടെ നടക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രോസസ്സ് എന്താ? സ്പോണ്ടേനിയസ് എമിഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പ്രോസസ്സാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ലൈറ്റ് ഒരു മീഡിയവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അബ്സോർപ്ഷൻ. ഓക്കെ, എന്താണ് അബ്സോർപ്ഷൻ? പിന്നെ നമ്മൾ അടുത്ത സ്പോണ്ടേനിയസ് എമിഷൻ പഠിക്കും, എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ പഠിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ലേസറിന്റെ ഒരു പ്രിൻസിപ്പിളിനെ പറ്റിയിട്ട് നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ ഇത് നമ്മൾ 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എനർജി ലെവൽ ഡയഗ്രാം ആയി വരച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ എക്സ്പ്ലനേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ലെവൽസേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റും ഒന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റും. ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി ലെവലിനെ ഞാൻ E1 ആയിട്ടും എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി ലെവലിനെ ഞാൻ ഇവിടെ E2 ആയിട്ടും എന്താ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഒരു ലൈറ്റ് റേഡിയേഷൻ വന്ന് വീഴുന്നതിന് മുൻപ് നമ്മുടെ ആറ്റം എവിടെയായിരിക്കുന്നത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്നത് അല്ലേ? ആറ്റത്തിനെ ഞാൻ എ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു ആറ്റം ഇരിപ്പുണ്ട്. ഈ ആറ്റം വളരെ സ്റ്റേബിൾ ആയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വിത്ത് ആൻ എനർജി ലെവൽ E1 ഇരിക്കുക. സോ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? ഒരു എനർജി ഓഫ് റേഡിയേഷൻ വരുന്നു അല്ലേ? ഒരു hμ എനർജി ഉള്ള ഒരു ലൈറ്റ് റേഡിയേഷൻ വരുന്നു. ഇനിയും നമ്മുടെ ഈ വരുന്ന റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് ഈ hμ is equal to E2 minus E1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റും നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി ലെവലിന്റെ ഡിഫറൻസിന് E2 minus E1 എന്ന് പറയുന്ന ആ ഒരു എനർജി ഡിഫറൻസിന് സിമിലർ ആയിട്ടുള്ള ഒരു ലൈറ്റ് റേഡിയേഷൻ ആണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം എന്ത് ചെയ്യും? ഈ എനർജീനെ അങ്ങ് അബ്സോർബ് ചെയ്യും. നമ്മുടെ റേഡിയേഷന്റെ എനർജീനെ അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും അല്ലെ? എക്സൈറ്റഡ് സ്റ്റേറ്റ് E2 എക്സൈറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു ആറ്റത്തിനെയാണ് ഞാൻ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ആറ്റത്തിനെയാണ് ഞാനിവിടെ എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്, എക്സൈറ്റഡ് ആറ്റത്തിനെയാണ് എ സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണല്ലോ. എന്താ സംഭവിക്കുന്നത്? ഒരു hμ എനർജി ഉള്ള ഒരു ലൈറ്റ് റേഡിയേഷൻ ഒരു മീഡിയത്തിലേക്ക് വന്ന് വീഴുന്നു. ആ മീഡിയത്തിലെ ആറ്റം അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ആറ്റം എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കലി ഒന്ന് റെപ്രസെന്റ്. ഓക്കെ, അപ്പൊ പ്രോസസ്സിനെ ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ A പ്ലസ് hμ ഇസ് ഈക്വൽ ടു എ സ്റ്റാർ. എ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം. എ എന്ന് പറയുന്ന ആറ്റം എന്ത് ചെയ്യുന്നു? hμ എന്ന് പറയുന്ന ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ആയി അല്ലെ? എ സ്റ്റാർ എന്ന് പറയുന്ന ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റം ആയി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ
ആൻഡ് സെക്കൻഡ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ഡ്യൂറിങ് ടൈം ഇന്റർവൽ ഡെൽറ്റ ടി. ഈ രണ്ട് കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് നോക്കാം പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ. പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്രമാത്രം ആറ്റംസ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും എക്സൈറ്റഡ് ലെവലിലേക്ക് ട്രാൻസ്മിഷൻ സംഭവിച്ചു, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ P12. 12 എന്ന് പറയാൻ കാരണം എന്താ? ഗ്രൗണ്ട് ലെവൽ E1ൽ നിന്നും E2ലേക്കല്ലേ പോയത്, 1ൽ നിന്നും 2ലേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ P12 എന്നതിനെ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇനി P12 is directly proportional to photon density. ആണല്ലോ, എത്ര റേഡിയേഷൻ വന്ന് വീഴുന്നോ അതിനനുസരിച്ചല്ലേ ആറ്റം എക്സൈറ്റ് ആവത്തുള്ളൂ. ഒരു ഫോട്ടോൺ വന്ന് വീണാൽ ഒരു ആറ്റം എക്സൈറ്റ് ആവും, രണ്ട് ഫോട്ടോൺ വന്ന് വീണാൽ രണ്ട് ആറ്റം എക്സൈറ്റ് ആവും. അപ്പം പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫോട്ടോൺ ഡെൻസിറ്റി, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ റോ വി എന്ന് പറയുന്ന ഒരു സിമ്പിൾ വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, P12 is directly proportional to rho v. ഇനിയും നമുക്ക് എപ്പോഴും അറിയാലോ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഈക്വൽ ടു ആക്കണം. ഈക്വൽ ടു ആക്കി ഇടണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് കൊടുക്കണം അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് B12 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വേർ B12 ഈസ് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ. ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ് അറിയുന്നത്. ഓക്കെ, അപ്പം അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലെ പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് P12 ആണ്. ആൻഡ് P12 ഈസ് ഈക്വൽ ടു B12 റോ വി. ഓക്കെ, ആ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. അടുത്തത് നോക്കിക്കേ. അടുത്തത് നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ഡ്യൂറിങ് ടൈം ഇന്റർവൽ ഡെൽറ്റ ടി. ഇപ്പൊ നമുക്ക് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടൈം ഇന്റർവൽ ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ എത്ര അബ്സോർപ്ഷൻസ് അവിടെ സംഭവിച്ചു, എത്ര അബ്സോർപ്ഷൻസ് നടന്നു എന്നുള്ളതിന്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ഡ്യൂറിങ് ടൈം ഇന്റർവൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു N1 P12 into delta T, where N1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി ഗ്രൗണ്ട് ലെവൽ. അപ്പം ഗ്രൗണ്ട് ലെവലിൽ എത്ര ആറ്റംസ് ഉണ്ട്, ആ ആറ്റംസ് ആണല്ലോ അബ്സോർബ് ചെയ്തിട്ട് മുകളിലെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പൊ N1 P12 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ട്രാൻസിഷൻ ഫ്രം 1 to 2 ആൻഡ് ടൈം ഇന്റർവൽ ഡെൽറ്റ T. ഓക്കെ, ഇനിയും നമുക്ക് അതിനെ കുറച്ചുകൂടെ ഒന്ന് ഡിഫൈൻ ചെയ്ത് എഴുതിയാലോ. P12 എന്താ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, B12 റോ വി ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് അബ്സോർപ്ഷൻ ഡ്യൂറിങ് എ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു N1 B12 റോ വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതായിരുന്നു അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഇത്രയും നമുക്ക് അബ്സോർപ്ഷനെ പറ്റിയിട്ട് അറിയാനുള്ളൂ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. ലൈറ്റ് ഒരു ആറ്റത്തിലേക്ക് വന്ന് വീഴുമ്പോൾ അവിടെ നടക്കുന്ന അതർ പ്രോസസ്സാണ്, മറ്റൊരു പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് എമിഷൻ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് എമിഷൻ. ഓക്കെ, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ ആറ്റം എവിടെയായിരിക്കുന്നത്? നമ്മുടെ ആറ്റം ഇപ്പം എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് അല്ലേ? അബ്സോർപ്ഷന് ശേഷം നമ്മുടെ ആറ്റം ഇപ്പം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ആറ്റത്തിന് വളരെ സ്റ്റേബിൾ ആയിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ലോങ് ലൈഫ് ടൈം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 10⁻⁻8 സെക്കൻഡ് അല്ലെങ്കിൽ നമുക്കൊരു നാനോ സെക്കൻഡ് റേഞ്ചിൽ മാത്രമേ ആറ്റത്തിന് ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. വളരെ അൺസ്റ്റേബിൾ ആണ് അല്ലേ? ആറ്റത്തിന് എപ്പോഴും എന്താ വേണ്ടത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു നാനോ സെക്കൻഡുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 10⁻⁸ സെക്കൻഡുകൾക്ക് ശേഷം നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിന് എന്ത് സംഭവിക്കും? എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റം തിരിച്ച് അവരുടെ ഗ്രൗണ്ട് ലെവലിലേക്ക് E1 എന്ന് പറയുന്ന E2ൽ നിന്നും E1 എന്ന് പറയുന്ന ഗ്രൗണ്ട് എനർജി ലെവലിലേക്ക് നമ്മുടെ ആറ്റം തിരിച്ച് ജമ്പ് ചെയ്യും. അപ്പോൾ ഈ ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്? നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും, എമിഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ അല്ലേ? അപ്പം ഓൾറെഡി അതൊരു Hmu റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ടാണല്ലോ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അത് അബ്സോർബ് ചെയ്ത Hmu എന്ന് പറയുന്ന ആ ഒരു എനർജീനെ എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം അല്ലേ? അപ്പം E2ൽ നിന്നും E1ലേക്ക് നമ്മുടെ ആറ്റം വരുമ്പം ആറ്റം എന്ത് ചെയ്യും? Hmu എന്ന് പറഞ്ഞ് അവർ അബ്സോർബ് ചെയ്ത ആ ഒരു റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ
സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം നമ്മുടെ ആറ്റം ഇപ്പൊ എവിടെയായിരിക്കാം? എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഡ്യൂറിങ് ദ പ്രോസസ് എന്ത് ചെയ്യുന്നു? Hmu റേഡിയേഷനെ എമിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആറ്റം എന്ത് ചെയ്യും? പഴയ പോലെ തന്നെ ഗ്രൗണ്ട് ആയിട്ടുള്ള എനർജി ലെവൽ E1ലേക്ക് വരുന്നു. ഇനി നമ്മൾ അബ്സോർഷനിൽ നോക്കിയ പോലെ തന്നെ ഇവിടെയും നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് നോക്കാം. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് ആദ്യം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എക്സൈറ്റഡ് ആറ്റം A star will gives A plus Hmu അല്ലെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എക്സൈറ്റഡ് ആറ്റം A ആകും. എക്സ്ട്രാ ആയിട്ട് അത് എന്ത് ചെയ്യുന്നു? അത് അബ്സോർബ് ചെയ്ത എനർജീനെ എമിറ്റ് ചെയ്യുന്നു, Hmu റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് അതിന്റെ നമ്പർ ഓഫ് ട്രാൻസിഷൻസ് നോക്കാം. ഓക്കെ, പ്രോബബിലിറ്റി നോക്കാം ആദ്യം. പ്രോബബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷനെ നമ്മളിപ്പോൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് P21 ആണ്. ഇനിയും സ്റ്റിമുലേറ്റഡും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിന് വെളിയിൽ സ്പോണ്ടേനിയസിന്റെ ഒരു ഷോർട്ട് ഫോം SPON എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് P21 എന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്താ 21 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കാരണം എന്നാ? 2ൽ നിന്നും 1ലേക്കല്ലേ നമ്മുടെ ആറ്റം വരുന്നത്. സോ P21. ഓക്കെ, ഈ P21 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു A21 ആണ്. ഇവിടെ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കാൻ പറ്റാതെ താഴേക്ക് വരികയാണ്. അവിടെ പ്രത്യേകിച്ച് റേഡിയേഷൻസ് വന്ന് അതിനെ ഇൻഡ്യൂസ് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി വരുന്നത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. therefore P21 is equal to A21, where A21 എന്ന് പറയുന്നത് എന്താ? ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം നമ്പർ ഓഫ് ട്രാൻസിഷൻ. നമ്പർ ഓഫ് ട്രാൻസിഷൻ ഡ്യൂറിങ് ആൻ ഇന്റർവൽ ഡെൽറ്റ ടി, ഒരു ടൈം ഇന്റർവൽ ഡെൽറ്റ ടിയിൽ എത്ര ട്രാൻസിഷൻസ് നടക്കും എന്നുള്ളതാണ്. നമ്പർ ഓഫ് ട്രാൻസിഷൻ ഈസ് ഈക്വൽ ടു N2 P21 ഇൻറ്റു ഡെൽറ്റ ടി. N2 എന്ന് പറഞ്ഞാൽ എന്താ? N2 എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ടോ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ, അതുകൊണ്ടാണ് N21. N1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആറ്റം ആയിരുന്നു നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്തത്. ഇവിടെ അത് N2 ആയി. N2 ആകാൻ കാരണം എന്താ? ഇപ്പൊ നമ്മുടെ ആറ്റം ഇരിക്കുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അല്ലേ, അതുകൊണ്ട് N2 നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇൻറ്റു P21 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് ഡെൽറ്റ ടി ടൈം ഇന്റർവൽ. ഇനി നമ്മൾ നേരത്തെ എഴുതി P21 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു A21 ആയിരുന്നു, അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു N2 A21 ഡെൽറ്റ ടി. അപ്പൊ ഇതാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്ന പ്രോസസ്സും അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലാസ്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. ഓക്കെ, സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് നമ്മൾ പറഞ്ഞില്ലേ ലേസറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും സ്റ്റിമുലേറ്റഡ് എമിഷൻ അവിടെ എന്തെയോ ഒരു ട്രിഗർ സംഭവിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സ് എന്തായിരുന്നു? അബ്സോർപ്ഷൻ ആയിരുന്നു. ലൈറ്റിന്റെ റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് ആറ്റം ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓട്ടോമാറ്റിക്കലി ആറ്റത്തിന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആറ്റം എന്ത് ചെയ്യുന്നു? ഒരു 10⁸ സെക്കൻഡ് വരെയൊക്കെ അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് തിരിച്ച് എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? ഒരു Hmu റേഡിയേഷനെ, അത് അബ്സോർബ് ചെയ്ത റേഡിയേഷനെ അതേപോലെ എമിറ്റ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഈ രണ്ട് പ്രോസസ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റം ഇപ്പം റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ഒരു 10⁻⁻8 സെക്കൻഡ് അതിനെ റീറ്റെയിൻ ചെയ്യാമല്ലോ. അപ്പൊ അത് ഈ റീറ്റെയിൻ ചെയ്യുന്ന സമയത്ത് സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്തോ ഒരു സംഭവം ഇതിനെ ട്രിഗർ ചെയ്യുന്നു. ആസ് എ ഫാക്ട് ഓഫ് ദിസ് ട്രിഗർ നമ്മുടെ ആറ്റം എന്ത് ചെയ്യുക? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുക. അപ്പൊ ഈ ഒരു എമിഷനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് വിളിക്കുന്നത്. എന്താ ഈ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ? നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന A സ്റ്റാർ എന്ന് പറയുന്ന ആറ്റം. ഓക്കെ, അതിന് 10⁻⁻8 സെക്കൻഡ് വരെ അവിടെ ഇരിക്കാം. ഓക്കെ, അപ്പം അത് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ ഫോട്ടോൺ, ഓക്കെ, ഒരു ഫോട്ടോൺ വിത്ത് ആൻ എനർജി E2 - E1 സിമിലർ ആയിട്ടുള്ള ഒരു Hmu എനർജി ഉള്ള ഒരു റേഡിയേഷൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആറ്റവുമായിട്ട്, നമ്മുടെ മീഡിയവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം എന്ത് ചെയ്യും? ആറ്റവുമായിട്ട് ഇവർ ഇന്ററാക്ട് ചെയ്യും.
ഈ ഇന്ററാക്ഷന്റെ ഡ്യൂ ടു ദിസ് ഇന്ററാക്ഷൻ, ഈ ഇന്ററാക്ഷൻ കാരണം നമ്മുടെ ആറ്റം എന്ത് ചെയ്യുക, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരിക. കണ്ടോ? ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ 10⁻⁸ സെക്കൻഡിന് ശേഷം നമ്മുടെ ആറ്റത്തിന് അവിടെ ഇരിക്കാൻ പറ്റാതെ ആറ്റം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് സ്പോണ്ടേനിയസ് എമിഷൻ. അവിടെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അവിടെ ഇല്ല. പക്ഷെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താ, ഓൾറെഡി അതിനവിടെ ഇരിക്കാം, 10⁻⁸ സെക്കൻഡ് വരെ അതിനവിടെ റീറ്റെയിൻ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ, ഇപ്പോൾ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴോ ഒരു ലൈറ്റ് റേഡിയേഷൻ വന്ന് മീഡിയവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ആൻഡ് ഡ്യൂ ടു ദിസ് ഇന്ററാക്ഷൻ നമ്മുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റം എന്താ ചെയ്യുക, താഴേക്ക് വരിക, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരിക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു എച്ച്മ്യു റേഡിയേഷൻ ഇത് എമിറ്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ എന്താ, ഓട്ടോമാറ്റിക്കലി ഒരു എച്ച്മ്യു റേഡിയേഷൻ അവിടെ എമിറ്റ് ചെയ്യാനുണ്ട്. അതിന് കൂടാതെ എന്താ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ സംഭവിക്കുന്നത്, ഒരു എച്ച്മ്യു റേഡിയേഷന്റെ ഇന്ററാക്ഷൻ മൂലമാണല്ലോ ഇത് താഴേക്ക് വന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര എമിഷൻ ഓഫ് റേഡിയേഷൻ അവിടെ സംഭവിക്കാം, 2 എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലെ, 2 എച്ച്മ്യു റേഡിയേഷൻസ് നമുക്ക് എമിറ്റ് ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാൻ പറ്റുന്നത്. കണ്ടോ? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എ സ്റ്റാർ ആറ്റം ഇരിക്കുന്ന സമയത്ത് ഒരു റേഡിയേഷൻ വിത്ത് ആൻ എനർജി എച്ച്മ്യു വന്ന് ഇന്ററാക്ട് ചെയ്യും. ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ആ ഇന്ററാക്ട് ചെയ്യുന്ന റേഡിയേഷനും പോകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ആ എ സ്റ്റാർ എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം താഴേക്ക് വരുമ്പം ഒരു എച്ച്മ്യു പോകുമല്ലോ. അങ്ങനെ ടോട്ടലി 2 എച്ച്മ്യു റേഡിയേഷൻസ് പുറത്തേക്ക് പോകുന്നു. ഇനി ഈ 2 എച്ച്മ്യു റേഡിയേഷന്റെയും പ്രത്യേകത എന്താ, ഇവര് രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ പോകുന്നവരായിരിക്കും, സെയിം ഫേസും സെയിം ഡയറക്ഷനിൽ പോകുന്നവരായിരിക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, നമുക്കിപ്പോ ഒന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്നതല്ലേ, നമ്മുടെ അവിടെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്തതായിട്ടും നമ്മുടെ ലേസർ ലൈറ്റ് ആണ് ഇപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്തത്. കണ്ടോ? കൊഹറന്റ്, ഹൈലി ഡയറക്ഷണൽ, സെയിം ഫേസിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ലേസർ ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ സ്പോണ്ടേനിയസും സ്റ്റിമുലേറ്റഡും തമ്മിലുള്ള ഡിഫറൻസ്? സ്പോണ്ടേനിയസ് എമിഷനിൽ ഒരു എന്താ പറയുന്നത്, നോൺ കൊഹറന്റ് ആയിട്ടുള്ള ഒരു എച്ച്മ്യു റേഡിയേഷൻസ് പോകുന്നു. ഇപ്പം ഒരുപാട് ആറ്റംസ് താഴേക്ക് സ്പോണ്ടേനിയസ്ലി വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എച്ച്മ്യുകൾ എമിറ്റ് ചെയ്യും. പക്ഷേ ഈ എച്ച്മ്യുവിന്റെ എല്ലാം നോൺ കൊഹറന്റ് ആയിരിക്കും, ഇവരൊക്കെ പല ഡയറക്ഷനിൽ പല ഫേസിൽ പോകുന്നവരായിരിക്കും. പക്ഷേ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിലോ അവിടെ ഉണ്ടാവുന്ന എല്ലാ റേഡിയേഷൻസും സെയിം ഫേസിലും സെയിം ഡയറക്ഷനിലും മൂവ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ലേസറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുല ഒന്ന് നോക്കാം. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ, എ സ്റ്റാർ പ്ലസ് എച്ച്മ്യു. എ സ്റ്റാർ എന്ന് പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റം എച്ച്മ്യു എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോട്ടോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് നമ്മുടെ ആറ്റം എന്തായി, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു, എ ആവുന്നു, പ്ലസ് 2 ഫോട്ടോൺസ് അല്ലെ, 2 എച്ച്മ്യു നമുക്ക് എമിറ്റ് ചെയ്ത് കിട്ടുന്നു. സോ ഇതാണ് നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷന്റെ പ്രോസസ്സ്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റിയും നമ്പർ ഓഫ് ട്രാൻസിഷൻ എന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ കണ്ടോ, ഇതും 2ൽ നിന്നും 1ലേക്കല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സ്പോണ്ടേനിയസിന് P21 സ്പോണ്ടേനിയസ് എന്നും ഇവിടെ P21 സ്റ്റിമുലേറ്റഡ് എമിഷന്റെ STIM എന്നൊരു ഇതുകൂടെ കൊടുക്കുന്ന, റെപ്രസെന്റേഷനൂടെ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പം P21 stimulated emission is directly proportional to എന്താ, ഇവിടെയും സെയിം അല്ലേ, എത്ര ഫോട്ടോൺസ് വരുന്നോ അതിനനുസരിച്ചിട്ടല്ലേ അവിടെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് നമ്മുടെ ആറ്റം വരുന്നത്. സോ P21 is directly proportional to photon density rho v. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് B21 എന്ന് പറയുന്നത്. വേർ B21 ഈസ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പം 3 പ്രോസസ്സിലും നമ്മൾ 3 ഡിഫറെന്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ്, ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ, ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ, ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇങ്ങനെ 3 കോഎഫിഷ്യൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി number of transitions നോക്കാം. number of transitions during a time interval delta t. delta t is equal to എന്താ, ഇവിടെ n2 is equal to n2 p21 delta t. n2 എന്ന് പറയുന്നത് എന്താ, number of, നമ്മുടെ ആറ്റം ഇപ്പോൾ ഇരിക്കുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലല്ലേ, അതുകൊണ്ടാണ് n2. ഇപ്പം ആറ്റം ഇരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ അതിനെ n1 എന്ന് റെപ്രസെന്റ് ചെയ്യും. ആറ്റം ഇരിക്കുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ അതിനെ n2 എന്ന് പറയും. ഇപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടല്ലേ വരുന്നത്. സോ n2 P21 delta t.
P21 നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. P21 is equal to B21 rho V എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്പർ ഓഫ് ട്രാൻസിഷൻസും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പ്രിൻസിപ്പിൾ പഠിച്ചു. ഓർഡിനറി ലൈറ്റിന്റെ പ്രിൻസിപ്പിൾ, സ്പോണ്ടേനിയസ് എമിഷൻ, ലേസർ ലൈറ്റിന്റെ പ്രിൻസിപ്പിൾ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇനി നമുക്ക് വളരെ എളുപ്പം ഇതിന്റെ ഒരു ഡിഫറൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് ആ ഒരു പോർഷൻ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ റാൻഡം ആൻഡ് അൺകൺട്രോൾഡ് പ്രോസസ് ആണല്ലോ. സ്പോണ്ടേനിയസ് എമിഷൻ നമുക്ക് അറിയാവുന്നതാണ്, റാൻഡം ആണ്, അൺകൺട്രോൾഡ് ആണ് അല്ലെ, ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയിട്ടുള്ള ആറ്റം ഒരു പർട്ടിക്കുലർ amount ഓഫ് ടൈം പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരും. അതാണ് നമ്മുടെ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിമുലേറ്റഡ് എമിഷൻ അങ്ങനെയല്ല അല്ലെ. ഈ ഒരു ടൈം ഗ്യാപ്പിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺട്രോൾഡ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ റേഡിയേഷനെ കൊടുക്കുന്നു. ആസ് എ റിസൾട്ട് നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണെന്നു അല്ലെ. സോ ദിസ് ഇസ് നോട്ട് എ റാൻഡം പ്രോസസ്, ഇറ്റ് ഈസ് എ കൺട്രോൾഡ് പ്രോസസ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഫോട്ടോൺ എമിറ്റഡ് ഇൻ റാൻഡം ഡയറക്ഷൻ നോട്ട് ഇൻ ഫേസ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ്, ഇപ്പം നമ്മൾ നമ്മുടെ എളുപ്പം ഡെഫിനിഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആറ്റത്തിനെ വെച്ചിട്ടാണ് പറഞ്ഞത്. സപ്പോസ് ഇപ്പൊ 2-3 ആറ്റംസ് എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2-3 ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഡി എക്സൈറ്റ് ചെയ്ത് താഴേക്ക് വരും. അപ്പം ഓരോ ഫോട്ടോൺസ് ഡി എക്സൈറ്റ് ചെയ്യുമ്പോഴും ഓരോ ആറ്റംസ് ഡി എക്സൈറ്റ് ചെയ്യുമ്പോഴും ഓരോ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ HMUവും എന്തായിരിക്കും, പല ഡയറക്ഷനിൽ പോകുന്നവരായിരിക്കും. അതാണ് നമ്മുടെ ഓർഡിനറി ലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ എങ്ങനെയായിരിക്കും, 2 ഫോട്ടോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 2 ഫോട്ടോൺസ് എന്തായിരിക്കും, സെയിം ഫേസിലും സെയിം ഡയറക്ഷനിലും സെയിം ഫ്രീക്വൻസിയിലും പോകുന്നവരായിരിക്കും. ഓക്കെ, അടുത്തത് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഇൻകോഹറന്റ്, നോൺ മോണോക്രോമാറ്റിക് ആൻഡ് നോൺ ഡയറക്ഷണൽ. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് എങ്ങനെയായിരിക്കും, കൊഹറന്റ് അല്ല, ഇൻകൊഹറന്റ് ആയിട്ടുള്ള പല ഫേസിൽ പോകുന്നവരായിരിക്കും, പല വേവ് ലെങ്ത് ഉള്ളവരായിരിക്കും, പല ഡയറക്ഷനിൽ പോകുന്നവരായിരിക്കും അല്ലെ. ഓൺ ദ അതർ ഹാൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് റേഡിയേഷൻ സെയിം ഫേസ് ആയിരിക്കും, മോണോക്രോമാറ്റിക് ആണ്, ഒരു വേവ് ലെങ്തേ ഉള്ളൂ, പിന്നെ ഒരേ ഡയറക്ഷനിൽ പോകുന്നവരായിരിക്കും. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺ ഡസ് നോട്ട് ടേക്സ് പ്ലേസ്, ഹെൻസ് ദെയർ ഇസ് നോ ആംപ്ലിഫിക്കേഷൻ ഓഫ് ലൈറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആറ്റം എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റം തന്നെ ഡി എക്സൈറ്റ് ചെയ്തു, അപ്പോൾ ഒരു ഫോട്ടോണിനല്ല നമുക്ക് കിട്ടത്തുള്ളൂ. അവിടെ മൾട്ടിപ്ലിക്കേഷനും ഫോട്ടോൺസിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ല. അതുപോലെ തന്നെ ലൈറ്റ് എന്ത് ആവുന്നില്ല, അതുകൊണ്ട് തന്നെ ആംപ്ലിഫൈ ആവുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളുടെ ഒരു HMU വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് എത്രയാണ് കിട്ടുന്നത്, 2 HMU ആണ് കിട്ടുന്നത് അല്ലേ. ഇനിയിപ്പം 2 HMU ആണ് വന്ന് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിലോ നമുക്ക് അവിടെ 4 എണ്ണം കിട്ടും. കണ്ടോ, ഒരു മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് വരുന്നു, പക്ഷെ എമിറ്റ് ചെയ്യുന്നത് 2 എണ്ണമായിട്ടായിരിക്കും. അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും ലൈറ്റിനെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോൺസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, മൾട്ടിപ്ലിക്കേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുമല്ലേ, ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്കകത്ത് ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കുക അല്ലെ, കൂടുന്നുണ്ട്. അടുത്തത് ഇന്റൻസിറ്റി ഓഫ് ദ ജനറേറ്റഡ് ലൈറ്റ് ഈസ് NI. അതൊരു ജസ്റ്റ് ഒരു ഫോർമുല ആയിട്ട് കൊടുത്തിരിക്കുക. ഇപ്പൊ നമ്മൾ ഇന്റൻസിറ്റിനെ കണക്ക് കൂട്ടുവാണെങ്കിൽ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു N ഇൻറ്റു I, നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു നമ്മുടെ ഒരു ഫോട്ടോണിന്റെ ഇന്റൻസിറ്റി അല്ലെ. ടോട്ടൽ ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റം ഇൻറ്റു ഒരു ഫോട്ടോണിന്റെ ഇന്റൻസിറ്റി. പക്ഷെ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ എങ്ങനെയാ, നമുക്ക് ഇന്റൻസിറ്റി കൂടുവല്ലേ ചെയ്യുന്നത്. ഒരു HMU വന്ന് വീഴുമ്പോഴത്തേക്ക് നമുക്ക് എമിറ്റ് ചെയ്യുന്നത് എത്ര പേരാ, 2 പേരാ എമിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ I ഈസ് ഈക്വൽ ടു എന്താ, അവിടെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ചു, N²I ആയിട്ട് മാറുന്നു. ഇനിയും ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് അൺപോളറൈസ്ഡ്, ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് പോളറൈസ്ഡ്. എന്താ അൺപോളറൈസ്ഡ്, പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ, അൺപോളറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് റാൻഡംലി ഓർഡർ ചെയ്തിട്ടുള്ളതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫ്രാക്ട് ചെയ്ത് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും. പക്ഷെ മറ്റടുത്ത് എങ്ങനെയാ, സെയിം, എല്ലാ ലൈറ്റിന്റെയും പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ സ്പോണ്ടേനിയസും സ്റ്റിമുലേറ്റഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയി വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ലേസർ. ഇപ്പൊ
എന്തുകൊണ്ടാണ് ലേസറിനെ നമ്മൾ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയോ? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലേസർ എന്നുള്ള ഒരു പേര് നമ്മൾ പറയാനുള്ള കാരണം. അതിന്റെ പെക്യൂരിയാരിറ്റീസ് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ കുറച്ചും കൂടി ലേസറിന്റെ കൺസ്ട്രക്ഷൻ അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഇത്രയും കൂടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.